അങ്ങനെ കാത്തുകാത്തിരുന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ആപ്പിൾ ഒഫീഷ്യലി iOS 16 ലോഞ്ച് ചെയ്തത്. ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ എല്ലാവരുടെയും ഡിവൈസുകളിൽ ഇത് സെപ്റ്റംബറിലേ ഉള്ളൂ. കാരണം പുതിയ സെപ്റ്റംബറിലാണ് iPhone 14 ലോഞ്ച് ചെയ്യുന്നത്. ആ കൂട്ടത്തിലുള്ളൂ നമ്മുടെ ഡിവൈസുകളിൽ ഇത് നോർമൽ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ റിലീസായിട്ട് ഈ വരുന്ന സെപ്റ്റംബറിലേ ഉള്ളൂ നമുക്ക് നമ്മളുടെ ഡിവൈസുകളെല്ലാം തന്നെ റിലീസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നമ്മൾ റൺ ചെയ്യുന്നത് ഇതെല്ലാം iOS 16 ബെയ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 16 ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ചേഞ്ചസ്, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മീ Milan and welcome ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ ഒന്നാമത്തെ ഒരു അടിപൊളി കിടിലൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ സെറ്റിങ്സിൽ ഇപ്പോൾ നമുക്ക് വൈഫൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ iOS 15 വരെ നമുക്കറിയാം ആ ഒരു വൈഫൈയുടെ പാസ്വേഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ഷെയറിങ് അല്ലെങ്കിൽ പാസ്വേഡ് ഷെയറിങ്ങിലൂടെ വൈഫൈയുടെ പാസ്വേഡ് എന്താണെന്ന് ഷെയർ ചെയ്യാമെന്നല്ലാതെ നമ്മളൊരു വൈഫൈയിൽ നമുക്കറിയത്തില്ലാത്തൊരു വൈഫൈയിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ വൈഫൈ പാസ്വേഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മളിപ്പം വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സൈഡിലെ ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് പാസ്വേഡ് ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈഫൈ പാസ്വേഡ് എന്താണെന്ന് നമുക്ക് റിവീൽ ആകുന്നതായിരിക്കും. iOS 16 ഏറ്റവും വലിയ ക്രൗഡ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോക്ക് സ്ക്രീനാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു ആപ്പിളല്ല നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിൻ്റെ കാര്യത്തിൽ നമുക്ക് ധാരാളം കസ്റ്റമൈസേഷനാണ് ആപ്പിൾ തന്നിരിക്കുന്നത്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ആപ്പിൾ വാച്ചിൽ. നിങ്ങൾ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവരാണെന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോ വാച്ച് ഫേസുകളും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ ഒരു സിമിലർ കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് iOS 16 ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ലോക്ക് സ്ക്രീൻ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം കസ്റ്റമൈസേഷൻ ഓപ്ഷൻ തന്നെ ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വിജിറ്റുകൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. നിലവിൽ ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള ഏതാനും ചില ആപ്പുകളുടെ വിജിറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി തേർഡ് പാർട്ടി വിജിറ്റുകൾ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കുക. കാരണം നമുക്ക് ഇനി മുതൽ ലോക്ക് സ്ക്രീനിൽ തന്നെ വാട്സാപ്പിൻ്റെ ഒരു വിജിറ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര മെസ്സേജസ് അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിന് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനൊക്കെ ഈ ഒരു ലോക്ക് സ്ക്രീനിലെ വിജിറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല അത്ഭുതങ്ങളും കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ഇതിനകത്തുണ്ടായിരിക്കുന്ന ഫോണ്ട് കസ്റ്റമൈസേഷനാണ്. കാരണം നമുക്കിവിടെ ലോക്ക് സ്ക്രീനിൽ ഇഷ്ടമുള്ള ഫോണ്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സും ഫോണ്ടുകളും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് കളർ പാലറ്റ് തന്നെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഗ്രേഡിയൻ കളർ ഓപ്ഷൻസ് ഇപ്പം ഇവിടെ കാണാം. വൈബ്രൻറ്റ്, ടോണ്, അതേപോലെ തന്നെ ഡീപ്പ്, വേപ്പർ, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഗ്രേഡിയൻ്റ് ഓപ്ഷൻസും ആപ്പിൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സിലും നൽകിയിട്ടുണ്ട്. പിന്നീട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ സെറ്റിങ്സിൽ പോയി സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇവിടെ കീബോർഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അതായത് നമ്മളിനി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓരോ ക്ലിക്കിലും നമുക്ക് ആ ഒരു ഹാപ്റ്റിക് എഞ്ചിൻ വർക്ക് ആകുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വീഡിയോയുടെ ഈ ഒരു പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യാഷ്കറാണ്. ക്യാഷ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള സൈറ്റുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നടത്തുന്ന പർച്ചേസുകളിൽ നിന്ന് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കാൻ ഒരു സുവർണ്ണ അവസരമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാഷ്കർ ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന സകല പർച്ചേസുകൾക്കും നിങ്ങൾക്കൊരു ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഈ ഒരു ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്യാഷ്കർ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് അതിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ Milan 25 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ബോണസ് ആയിട്ട് 25 rupees നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ കാണുന്ന പോലെ ക്യാഷ്കർ ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ ആമസോണിൽ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഓറഞ്ച് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് റിവാർഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആമസോണിൽ നിന്ന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുക. വൺസ് ഈ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ക്യാഷ്കർ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മൈ ഏണിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ പർച്ചേസിൻ്റെ ക്യാഷ് ബാക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ലഭിച്ച ഈ ഒരു ക്യാഷ് ബാക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്കൊന്നും പർച്ചേസ് ചെയ്യാൻ ഇല്ലേ പോലും ക്യാഷ്കർ ആപ്പിൽ നിലവിൽ ഗീവ് അവേ നടപ്പുണ്ട്. അതിലൂടെ 10 ലക്കി വിന്നേഴ്സിന് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സിന് ലഭിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ്. പിന്നീട് വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ വെതർ
വെതർ ആപ്പിനകത്താണ്. വെതർ ആപ്പിനകത്ത് ഇപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഓരോ കാർഡുകളിലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നേരത്തെ നമുക്ക് വെതർ ആപ്പിൽ ഇതുപോലുള്ള ആ ഒരു കാർഡുകൾ കഴിഞ്ഞ പ്രീവിയസ് ഡേയ്സിലെ വെതറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ലഭിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് കാണാം ഓരോ കാർഡിലും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ലഭിക്കും. അതിൽ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ, UV ഇൻഡെക്സ്, വിൻഡിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാക്ട് വാല്യൂസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ ഡേറ്റ് അനുസരിച്ച് നമുക്കുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വെതർ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് കൊണ്ടുവന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ തന്നെ ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ്. ഇവിടെ നമുക്ക് കാണാം ഇത്രയും നാളായിട്ടും എയർപോർട്ട് പ്രോ ഒക്കെ ഇറങ്ങിയിട്ട് പോലും ആപ്പിൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് എയർപോർട്ട്സിന് ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ iMessageനകത്താണ്. ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ഒരു മെസ്സേജ് നമുക്ക് ഈവൻ ദോ നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 15 മിനിറ്റത്തേക്ക് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം അതിൽ ആ ഒരു മെസ്സേജിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻഡ് ചെയ്ത മെസ്സേജിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഹേ മിലൻ എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തു, എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ആ ഒരു മെസ്സേജിനെ റീഎഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും ജിബ്രിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയാതെ നമ്മളത് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ iMessagesൽ ആ ഒരു സെൻഡ് ചെയ്ത മെസ്സേജിനെ നമുക്ക് അൺഡു സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ട് അൺഡു ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺഡു സെൻഡ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയച്ച മെസ്സേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അൺഡു ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് iMessagesൽ വന്ന മറ്റൊരു ഡെഡിക്കേറ്റഡ് ഓപ്ഷനാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് ഓഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യാൻ സാധിക്കും. iMessagesൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സ്റ്റിക്കേഴ്സ്. ഇത് ആക്ച്വലി സ്റ്റിക്കേഴ്സ് അല്ല, ഇനി മുതൽ നമുക്ക് ഫോട്ടോസിനെ നമുക്കൊരു PNG ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ട മാത്രമായിട്ടുള്ള ഒബ്ജക്റ്റിനെ, ഇപ്പം ഞാൻ ഈ ഉദാഹരണത്തിന് ഈ ഒരു ഫ്ലൈയുടെ പടം എടുത്തു, ഈ ഒരു ഇമേജ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് സ്റ്റിക്കർ ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ബിയുടെ സ്റ്റിക്കർ ഫോർമാറ്റിൽ ഒരു PNG ഫയലായിട്ട്. ഇനി അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു iMessagesൽ ജസ്റ്റ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു PNG രൂപത്തിൽ എനിക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി മുതൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് iOS 16 ചെയ്യാൻ സാധിക്കും. പിന്നീട് iMessagesൽ വന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഇനി മുതൽ iMessageകളെ ജസ്റ്റ് അൺറീഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാർക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനി എനിക്ക് ഒരു മെസ്സേജ് റീഡ് ചെയ്യാനുള്ള എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് അൺമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓപ്ഷൻ നോക്കുവാണെങ്കിൽ റീഡായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് iOS 16 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് പുതിയ ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുതിയ ന്യൂറൽ ലാംഗ്വേജിൻ്റെ അതോടൊപ്പം തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നീട് വിദേശത്തുള്ള നമ്മുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ആപ്പിൾ വാളറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ കാണാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആപ്പിൾ വാളറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ പേ ഉപയോഗിച്ചോ ആപ്പിൾ ക്യാഷ് ഉപയോഗിച്ചോ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രാക്കിങ്ങും ബാക്കിയുള്ള ഇൻഫർമേഷൻസും ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു വാളറ്റ് ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇനി മുതൽ തേർഡ് പാർട്ടി ട്രാക്കിംഗ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഏറ്റവും അവസാനം ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന വലിയൊരു ചേഞ്ചാണ് നമ്മുടെ ഹോം ആപ്പിനകത്ത്. ഹോം ആപ്പ് അടിമുടി ഇപ്പം മാറിയേക്കുവാണ്. കംപ്ലീറ്റ്ലി പുതിയൊരു സെറ്റപ്പ് തന്നെയാണ് ഹോം ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത്ര നാളും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അവിടെ ഇവിടെയും ചെതറി കിടക്കുന്ന ഒരു ഇൻ്റർഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്കെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർഫേസാണ് ആപ്പിൾ ഹോം ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏതാനും ചില നമ്മളുടെ iOS 16 വിശേഷങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.